PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി തിങ്കളാഴ്ച കേരളത്തിലെത്തും. ചികിത്സയിൽ കഴിയുന്ന പിതാവിനെ കാണാനാണ് മദനി എത്തുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള വിമാനത്തിലാണ് കേരളത്തിലേക്ക് തിരിക്കുക. കൊല്ലത്ത് ചികിത്സയിൽ കഴിയുന്ന പിതാവിനെ കണ്ട ശേഷം ജൂലൈ 7-ന് ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങും. മദനിയുടെ ജാമ്യ വ്യവസ്ഥയിൽ നേരത്തെ സുപ്രീം കോടതി ഇളവ് അനുവദിച്ചിരുന്നു. എന്നാൽ ചെലവ് കൂടുതലായതിനാൽ കേരളത്തിലേക്കുള്ള യാത്ര മാറ്റിവെക്കുകയായിരുന്നു. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ച് സുപ്രീം കോടതി ജൂലൈ 10 വരെ കേരളത്തിൽ തുടരാനായിരുന്നു അനുമതി നൽകിയത്. പിതാവിന്റെ ആരോഗ്യനില വഷളായതിനാൽ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കണമെന്നായിരുന്നു മദനി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കർണാടക പോലീസിന്റെ നിരീക്ഷണത്തിൽ കഴിയാനായിരുന്നു കോടതി അനുമതി നൽകിയിരുന്നത്. കർണാടക പോലീസിന്റെ ചെലവും മദനി വഹിക്കേണ്ടി വരുമായിരുന്നു. അകമ്പടി പോകുന്ന പോലീസുകാരുടെ എണ്ണവും ചെലവും വെട്ടിക്കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹർജി കോടതി തള്ളിയിരുന്നു. ഇതോടെ ഭീമമായ തുക കെട്ടിവെച്ച് ജന്മനാട്ടിലേക്ക് വരാനുള്ള സാഹചര്യമൊരുക്കി തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ താനില്ലെന്ന് മദനി അറിയിച്ചു. അകമ്പടി സംബന്ധിച്ച കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. കേരളത്തിലേക്ക് പോകുന്നതിനുള്ള സുരക്ഷയ്ക്കും അകമ്പടിക്കുമായി 56.63 ലക്ഷം രൂപ വേണമെന്നായിരുന്നു കർണാടക പോലീസിന്റെ ആവശ്യം. ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടാണ് മദനിക്കെതിരെ വിചാരണ നടക്കുന്നത്. കേസിൽ നിലവിൽ ഉപാധികളോടെ ജാമ്യത്തിൽ കഴിയുകയാണ് അദ്ദേഹം. പക്ഷാഘാതത്തിന്റെ തുടർച്ചയായി ഉണ്ടായ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മദനിയെ ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു.